ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 43. വ അമ്മാ ഖൗലു ബഅദിഹിം. അപ്പോൾ ആ ഉലമാ ഉസൂലുൽ ഹദീസിന്റെ ഉലമാക്കളിൽ പിൽക്കാലക്കാരായ ഉലമാക്കളിൽ ചിലരുടെ വാക്കാകുന്നത് ഇൻകാന മർഫൂഅൻ, ആ സുന്നത്ത് എന്നുകൊണ്ട് ഇബാറത്തിടുന്ന ഹദീസ് സുന്നത്തിൽപ്പെട്ടതാണ് ഇന്നത് എന്ന് പറയുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മർഫൂഇന്റെ ഹുക്മിലുള്ളതിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്തു വന്നത്. അപ്പോൾ ഈ സുന്നത്ത് എന്നുകൊണ്ട് ഇബാറത്തിടുന്ന ഹദീസ് മർഫൂ ആയ ഹദീസ് ആണെങ്കിൽ ഫലിമ ലാ യഖൂലൂന ഫീഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞില്ല എന്ന് അവർ ചോദിച്ച വാക്ക് ഫജവാബുഹു, അതിന് മറുപടി അന്നഹും, ആ താബീങ്ങൾ തറക്കു അൽ ജസ്മ ബിദാലിക, മിനസുന്നത്തി കഥ എന്ന് പറഞ്ഞത് കൊണ്ട് അവരെന്ത് ചെയ്തു, അത് മർഫൂ ആണെന്ന് ജസ്മ ചെയ്ത് പറയുന്നതിനെ അവർ ഒഴിവാക്കിയതാണ്. അത് തവറുഅൻ വഹ്തിയാത്തൻ, സൂക്ഷ്മത പാലിച്ചിട്ട് ജസ്മ ചെയ്ത് പറയുന്നതിനെ അവർ ഒഴിവാക്കിയതാണ് എന്നതുകൊണ്ട് അത് മർഫൂ അല്ല എന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തത് കൊണ്ട് മിനസുന്നത്തി കഥ എന്ന് പറഞ്ഞത് കൊണ്ട് അത് മർഫൂ അല്ല എന്ന് കിട്ടുന്നില്ല. അവരവിടെ ജസ്മ ചെയ്ത് പറയാഞ്ഞത് അത് ഇഹ്തിയാത്ത് തവറുവിന് വേണ്ടിയിട്ടാണ്. കാരണം അത് ആ സീഗയിൽ അതിൻ്റെ ആ സീഗയുടെ ഐനിൽ എന്തുണ്ട്, അവർക്ക് ലിശക്കിഹിം ഫി സീഗത്തി ബി ഐനിഹ. അപ്പം ഫലമ്മാലം യുംകിനും അൽ ജസ്മു ബിമാ ഖാലഹു ലഹും അത്തൗ ബി ലഫ്ദിൻ യദുല്ലു അലാ റഫ്ഇൽ ഹദീസി. അപ്പോൾ ജസ്മ് സൗകര്യമാകാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അങ്ങനെ ആ ഹദീസ് മർഫൂ ആണെന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ലഫ്ദ് അവർ കൊണ്ടുവന്നത് എന്ന്. ഇനി വമിൻ ഹാദ, ഇങ്ങനെ ജസ്മ് ഉറപ്പിച്ച് പറയാതെ, വറഇന് വേണ്ടി ജസ്മ ചെയ്ത് പറയാതെ ഒഴിവാക്കുന്നതിൽ പെട്ടതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാതെ വറഇന് വേണ്ടി മിനസുന്നത്തി കഥ എന്ന് പറയുന്നതിൽ പെട്ടതാണ് ഖൗലു അബീ ഖിലാബ റഹിമഹുല്ലാഹ് എന്നവരുടെ വാക്ക്. ആരെ തൊട്ടുള്ള വാക്ക്? അനസിൻ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. എന്താണ്? മിനസുന്നത്തി ഇദാ തസവ്വജൽ ബിക്റ അല സയ്യിബി അഖാമ ഇൻദഹ സബ്അൻ അഖ്റജാഹു ഫി സഹീഹൈനി. സഹീഹൈനിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ബിക്കറിനെ, സയ്യിബിന്റെ മേൽ ബിക്കറിനെ ഒരാൾ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ആ ബിക്കറിന്റെ അടുക്കൽ 7 ദിവസം അവൻ താമസിക്കട്ടെ എന്നത്, താമസിക്കുക എന്നത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഖാല അബൂ ഖിലാബ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഖിലാബ എന്നവർ പറഞ്ഞു, ലൗ ശിഅ്തു, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഖുൽതു, ഞാൻ പറയുമായിരുന്നു, അന്ന അനസൻ റഫഅഹു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് റഫ് ചെയ്തു എന്നിരുന്ന് എനിക്ക് പറയാമായിരുന്നു. ഐ ലൗ ഖുൽതു ലം അക്ദിബ്, എന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങനെ പറഞ്ഞാൽ എന്നെ ആരും കളവാക്കൂല, അല്ലെങ്കിൽ ലം ഉക്കദ്ദിബ്, എന്നെ കളവാക്കപ്പെടുമായിരുന്നില്ല എന്ന്. കാരണം ഈ അന്ന ഖൗലഹു, കാരണം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് മിനസുന്നത്തി, അന്ന ഖൗലഹു മിനസുന്നത്തി, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന ഈ വാക്ക് ഹാദാ മാനാഹു, ഈ പറഞ്ഞതാണ് അതിന്റെ മാന, ഈ റഫ് മർഫൂ ആണ് എന്നതാണ് അതിന്റെ മാന. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാൽ അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ ലാക്കിൻ ഈറാദുഹു ബി സീഗത്തില്ലത്തി ദക്കറഹ സഹാബിയു, മറിച്ച് സഹാബി പറഞ്ഞതായ അതേ സീഗ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് അത് ഔല, അതാണ് ഏറ്റവും ഔല,
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പം ഇതും ഈ പറഞ്ഞതുപോലെ വറഇന് വേണ്ടി ജസ്മൻ നിലയ്ക്ക് പറയാതെ ഒഴിവാക്കിയൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ഹദീസും. അപ്പോൾ അത് ഹുക്മിൽ മർഫൂഇന്റെ ഹുക്മിൽ തന്നെയാണ്. വമിൻ ദാലിക ഇനി ഹുക്മിയായ മർഫൂഇന്റെ ഖബീലിൽ പെട്ടതാണ് ഖൗലു സഹാബിയിന്റെ വാക്ക്. എന്താണ്? ഉമിർന ബി കഥ, ഞങ്ങളോട് ഇന്നാലിനെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. ഔ നുഹീന അൻ കഥ, ഇന്നാലിനെ കൊണ്ട് ഞങ്ങളെ നഹി ചെയ്യപ്പെട്ടു എന്നുള്ള സഹാബിയുടെ വാക്ക് അത് ഹുക്മിയായ മർഫൂഇൽ പെട്ടതാണ്. അപ്പോൾ ഫൽ ഖിലാഫു ഫിഹി, ഈ പറഞ്ഞ ഖൗലിലുള്ള ഖിലാഫ്, ഉമിർന ബി കഥ ഔ നുഹീന അൻ കഥ എന്ന് പറഞ്ഞതിലുള്ള ഖിലാഫ് കൽ ഖിലാഫില്ലദി ഖബലഹു കൽ ഖിലാഫി ഫില്ലദി ഖബലഹു, അതിന് മുമ്പ് പറഞ്ഞത് ഏതാണ്? മിന സുന്നത്തി കഥ എന്ന് പറയല്ലേ, അതിൽ പറഞ്ഞ ഖിലാഫ് പോലെയാണ് ഇവിടെയും ഖിലാഫ്. കാരണം അന്ന മുത്തലക്ക ദാലിക, കാരണം ഈ ഉമർന നുഹീന എന്നുള്ള ഈ അമ്രുൻ നഹീം ഒക്കെ മുത്തലക്കം പറയല് എൻസരിഫ് ബി ലാഹിരിഹി, അതിന്റെ ലാഹിർ കൊണ്ട് അത് തിരിയുന്നത് ഇലാമൽ ലഹുൽ അമ്രു വൻ നഹിയു, കൽപ്പിക്കാനും നിരോധിക്കാനും അർഹതയുള്ള ഒരാളിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്? തിരിയുന്നത്. വഹുവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസഹബി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഹുക്മിൽ മർഫൂ ആണെന്ന് പറഞ്ഞത്. എന്നാൽ ഖാലഫ ഫീ ദാലിക, ഈ പറഞ്ഞതിൽ എതിരായി ത്വാഇഫത്തുൻ, ഒരു വിഭാഗം ഉലമാക്കൾ എന്ത് ചെയ്തു? എതിരായി. എന്നിട്ട് തമസ്സക്കു, എന്നിട്ട് അവരതിന് ദലീൽ പിടിച്ചത് ബിഹ്തിമാലി അൻ യകൂനൽ മുറാദു, ഈ പറഞ്ഞ ഉമിർന ബി കഥ നുഹീന ബി കഥ അൻ കഥ എന്നൊക്കെ പറഞ്ഞത് കൊണ്ടുള്ള മുറാദ് ആകാൻ സാധ്യതയുണ്ട് ഗൈറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത വേറെ ആരെങ്കിലും കൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അതേതുപോലെ അംറുൽ ഖുർആനി, അത് ഖുർആന്റെ കൽപ്പനയാകാം, അവിൽ ഇജ്മാഇ അല്ലെങ്കിൽ ഇജ്മാഇന്റെ കൽപ്പനയാകാം, ഔ ബഅദിൽ ഖുലഫായി അല്ലെങ്കിൽ ഖുലഫായിൽ നിന്ന് ചിലർ കൽപ്പിച്ചതാകാം, അവിൽ ഇസ്തിംബാത്തി അല്ലെങ്കിൽ ഇജ്തിഹാദ് കൊണ്ടുള്ള അമ്രാകാം, കൽപ്പിച്ചതാകാം. അപ്പോൾ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് ആ തായിഫത്ത് തമസ്സുക്ക് ചെയ്ത്. എന്നാൽ ഉജീബു, ആ തായിഫത്തിന് മറുപടി പറയപ്പെട്ടു ബി അന്നൽ അസ്ലു ഹുവൽ അവ്വലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുക എന്നുള്ളതാണ് അസ്ല്. വമാ അദാഹു, ആ ഒന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് ആമിർ എന്നുള്ളത്, അല്ലാത്തത് മുഹ്തമലുൻ, അത് ഇഹ്തിമാലുള്ളതാണ്. അപ്പോൾ ലാക്കിന്നഹു മാത്രമല്ല ബിൻ നിസ്ബത്തി ഇലൈഹി, ആ ഒന്നാമത്തേലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ അത് അല്ലാത്തത് മർജൂഹുൻ, അത് മർജൂഹാണ്. അപ്പോൾ റാജ് കൊള്ളപ്പം പിന്നെ മർജൂഹിലേക്ക് മടങ്ങേണ്ടതില്ലല്ലോ, അപ്പം പിന്നെ ആ റാജിഹിലേക്കാണല്ലോ മടക്കം. അപ്പോൾ അവിടെ റാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടുത്തെ ആമിർ എന്നുള്ളതാണ്. ഈ ആമിറും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ ആയുധൻ വീണ്ടും ഫമൻകാന ഫി താഅത്ത്, മറ്റൊരു ദലീൽ കൂടി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇവിടുത്തെ ആമിർ എന്നുള്ളതിന് മറ്റൊരു ദലീൽ കൂടി പറയാണ്. ഒരാൾ ഫമൻകാന ഫി താഅത്ത് റഈസിൻ, ഒരു നേതാവിന്റെ കീഴിൽ വഴിപ്പെടുന്നതിലുള്ള ഒരാള്, ഇതാ കാല, അയാൾ പറഞ്ഞു ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്ന് അയാൾ പറഞ്ഞാൽ ലാ യുഫ്ഹമു അൻഹു, അയാളുടെ ആ വാക്കിനെ തൊട്ട് മനസ്സിലാക്കപ്പെടുകയില്ല അന്ന ആമിറഹു, അയാളോട് കൽപ്പിച്ച ആള് ഇല്ലാ റഈസുഹു, അയാളുടെ റഈസ് അല്ലാതെ റഈസ് അല്ല എന്ന് മനസ്സിലാക്കപ്പെടുകയില്ല. ഇല്ലാർക്ക് ഒയറിന്റെ മാനയ്ക്കാണ്, റഈസ് അല്ല എന്ന് മനസ്സിലാക്കപ്പെടുക. അന്ന ആമിറഹു ഇല്ല റഈസുഹു, അവന്റെ റഈസ് അല്ല എന്ന് മനസ്സിലാക്കപ്പെടുകയില്ല. അപ്പോൾ കാരണം ആ റഈസിന്റെ താഴത്തിലാണല്ലോ അവൻ കഴിയുന്നത്. അപ്പോൾ അവനോട് കൽപ്പിക്കപ്പെട്ടു എന്ന് അയാൾ പറഞ്ഞാൽ അപ്പോൾ ആ റഈസ് ആണെന്ന് തന്നെ മനസ്സിലാക്കപ്പെടുക. എന്ന് പറഞ്ഞ പോലെ സഹാബത്ത് എന്ത് ചെയ്തു? ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താഴത്തിലാണല്ലോ അവർ. അപ്പോൾ അത് നബി തങ്ങൾ തന്നെയാണ് പറഞ്ഞു എന്നതിന് ഒരു രണ്ടാമത്തെ ഒരു തെളിവും കൂടിയാണ് പറഞ്ഞത്. നീ അമ്മ കൗലുമ്മൻ, അപ്പോൾ ചിലരുടെ വാക്ക് എന്താ? കാല, അവര് പറഞ്ഞു യഹ്തമിലു യളുന്ന, ആ റാവി ഭാവിക്കാൻ സാധ്യതയുണ്ട് മാലൈസ ബി അംരിൻ അമ്രൻ,
ഇങ്ങനെ ഉമിർനാബി കഥ നുഹീനബി കഥ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അമ്രല്ലാത്ത ഒരു കാര്യത്തെ അമ്രാണെന്ന് പിന്നെ ഭാവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവരുടെ വാക്ക് അത് ഫലഖ്തിസാസലഹു, ആ പറഞ്ഞവരുടെ കൗലിനൊരു പ്രത്യേകതയില്ല. ബി ഹാദിഹിൽ മസ്അലത്തി, അത് ഈ പറഞ്ഞ മസ്അല കൊണ്ട് മാത്രം പ്രത്യേകതയില്ല. ബൽ എന്നല്ല ഹുവ മദ്കൂറുൻ ഫീമാ ലൗ സർറഹ ഫഖാല അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹബിഹി വസല്ലം ബികദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇന്നതുകൊണ്ട് കൽപ്പിച്ചു എന്നൊരാൾ ശരീഹാക്കി പറഞ്ഞതിലും ഇവർ ഈ പറഞ്ഞ പിന്നെ ഈ ഇഹ്തിമാല് അവിടെയും വരാൻ ഉണ്ട്, അതും തസവുറാവും അവിടെ. അതിപ്പം ഇത് ഉമിർനാബി കഥ എന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം അവിടെ മാത്രം പ്രത്യേകമായതല്ല, ആ മസല കൊണ്ട് മാത്രം ഇവർ ഈ പറഞ്ഞ കൗലിന് പ്രത്യേകതയില്ല, ഇവിടെയും അത് സാധ്യതയുണ്ട്. അപ്പം വഹുവ ആ പറഞ്ഞ എഹ്തിമാല് വഹുവ എഹ്തിമാലും ലഈഫൻ, അതൊരു ലഈഫായ എഹ്തിമാലാണ്. അങ്ങനെ അമ്രല്ലാത്തതിനെ അമ്രായിട്ട് പിന്നെ ഭാവിക്കപ്പെടുക എന്ന് പറഞ്ഞത് ഒരു ലഈഫായ എഹ്തിമാല. കാരണം അന്ന സ്വഹാബി എന്നുള്ളത് അദുലുൻ, ആ നീതിമാനാണ്, ആരിഫും ബിൽ ലിസാനി, ഭാഷയൊക്കെ അറിയുന്ന ആളാണ്, ആരിഫുമാണ്. അപ്പോൾ പല യുത്തിലേക്കു ധാരിക്ക, അപ്പോൾ ആ ആരിഫായ ആ അതിലായ സ്വഹാബി ഈ വാക്കിനെ പറയുകയില്ല. അമർന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഉമിർന എന്നുള്ള ഈ വാചകം പറയുകയില്ല. ഇല്ലാ ബഅദ തഹഖീഖി, അത് നല്ലപോലെ തഹഖീഖ് ആക്കിയതിന് ശേഷം അല്ലാതെ പിന്നെ പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു എന്ന്, റസൂലുള്ളാഹി തങ്ങൾ തന്നെ കൽപ്പിച്ചു എന്ന് തഹഖീഖ് ആയതിനു ശേഷം അല്ലാതെ അങ്ങനത്തെ വാചകങ്ങൾ അവർ പറയുകയില്ല. അപ്പം അതുകൊണ്ട് അത് അമ്രല്ലാത്തൊരു കാര്യത്തിന് അമ്രാനെന്ന് പിന്നെ ഭാവിക്കാൻ ഇഹ്തിമാലുണ്ട് എന്ന് പറഞ്ഞത് അതൊരു വെറും വൈബായ ഇഹ്തിമാലാണ്. ഇനി ഹോമിൻ ദാലിക, അതുപോലെ തന്നെ ഈ ഹുക്മിയായ മർഫൂഇന്റെ ഹുക്മിൽ പെട്ടതാണ്, രൂപത്തിൽപ്പെട്ടതാണ് ഖൗലുഹു, ഈ സ്വഹാബിന്റെ വാക്ക്, കുന്നാ നഫ്അലു കഥ, ഞങ്ങൾ ഇന്നാലിനെ പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നുള്ള വാചകം. അപ്പോൾ ഫലഹു, അപ്പോൾ അതിന് ഉണ്ട് ഹുക്മുർ റഫ്ഇ ആയതൻ, അതിനും പിന്നെ മർഫൂഇന്റെ ഹുക്മുണ്ട്. കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ ഇതിനും എന്തുണ്ട്, മർഫൂഇന്റെ ഹുക്മുണ്ട്. മുമ്പ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ മുമ്പ് പറഞ്ഞല്ലോ, അന്നഹും കാനു യഫ്അലൂന ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവർ ഇന്നെ പ്രവർത്തിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഹുക്മിൽ മർഫൂഇന്റെ രൂപം പറഞ്ഞപ്പോൾ, ഹുക്മിയായ മർഫൂഇന്റെ രൂപങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നതുപോലെയാണ് ഇവിടെ സ്വഹാബത്ത് കുന്നാ നഫ്അലു കഥ എന്ന് പറഞ്ഞാലും പിന്നെ അത് മർഫൂഇന്റെ ഹുക്മിലാണ്. വമിൻ ദാലിക, ഇനി അതിൽപ്പെട്ടതാണ് പിന്നെ ഐ യഹ്കുമ സ്വഹാബിയു, ഒരു സഹാബി ഹുക്മ് ചെയ്യൽ, അല ഫീലിൻ മിനൽ അഫ്ആലി, ഏതെങ്കിലും ഒരു ഫീലിന്റെ മേല് പിന്നെ ആ സഹാബി ഹുക്മ് പറയുക, ബി അന്നഹു താഅത്തുൻ ലില്ലാഹ്, ഇത് അള്ളാഹുവിന് വഴിപ്പെടലാണ് ആ കാര്യം, അല്ലെങ്കിൽ ഔ റസൂലിഹി, അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിന് വഴിപ്പെടലാണ്. വലി റസൂലിഹി എന്നൊരു നിഷ്ഠയുണ്ട്, പിന്നെ അത് അള്ളാഹിന് റസൂലിന് വഴിപ്പെടലാണ്, പിന്നെ അല്ലെങ്കിൽ അള്ളാഹിന് വഴിപ്പെടലാണ്, അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിന് വഴിപ്പെടലാണ് എന്ന് സഹാബി ഹുക്മ ചെയ്ത്, ഔ മാസിയത്തുഹു, അല്ലെങ്കിൽ എന്താണ് പിന്നെ റസൂലിന് മാസിയത്ത് ചെയ്യലാണ് ആ കാര്യം എന്നൊരു സഹാബി ഹുക്മ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നെ ഹുക്മിയായ മർഫൂഇൽപ്പെട്ടതാണ്. ഏതുപോലൊക്കെ കൗലി അമ്മാരിൻ, അമ്മാർ റളിയല്ലാഹുവിന്റെ വാക്കുപോലെ, മൻ സാമൽ യൗമല്ലദി യശുക്കു ഫീഹി, ഷെക്കിന്റെ ദിവസം, ഷഅബാനാണോ അല്ല റമദാനാണോ എന്ന് ഷെക്കുള്ള ദിവസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഫഖദ് അസാ അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ഖാസിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തു, ആകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹം എതിര് പ്രവർത്തിച്ചു, ദോഷം ചെയ്തു എന്ന് അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്. ഇപ്പൊ ഇവിടെ എന്താണ്, സഹാബി ഇവിടെ ഒരു ഹുക്മ് പറഞ്ഞാണ്. ഇപ്പം റസൂലുള്ളാഹിനോട് മാസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ്, ഫലഹു ഹുക്മുർ റഫ്ഇ ആയതൻ, അപ്പോൾ ഈ പറഞ്ഞ ഹദീസിനും എന്തുണ്ട്, മർഫൂഇന്റെ ഹുക്മുണ്ട്. കാരണം അന്ന ലാഹിറ, ലാഹിർ അന്ന ദാലിക മിമ്മ തലഖാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹബിഹി വസല്ലം, കാരണം അമ്മാർ റളിയല്ലാഹു അൻഹു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പിടിച്ചതാണ് എന്നതിനാണ് അവിടെ ലാഹിർ. അപ്പോൾ അതുകൊണ്ട് ആ സഹാബി ഹുക്മ ചെയ്തതും ഇപ്പോൾ ഹുക്മിയായ മർഫൂ ആയ ഹദീസിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. ഇനി മർഫൂഇന്റെ
ചർച്ച കഴിഞ്ഞ് ഇനി മൗഖൂഫിന്റെ ഇതിലേക്ക് കടക്കുകയാണ്. പിന്നെ ഔ യന്തഹി ഗായത്തുൽ ഇസ്നാദി ഇല സ്വഹാബി, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഇസ്നാദിന്റെ ഓയത്ത് അറ്റമാകും ഇല സഹാബിക്ക്, സഹാബിയിലേക്ക്, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇന്തിഹാ ആകുന്നതാണ് നമ്മൾ മർഫു എന്ന് പറഞ്ഞത്. ഇനി സഹാബിയിലേക്കാണ് ആ സനദ് എന്ന് എത്തുന്നതെങ്കിൽ കദാലിക എപ്രകാരം മുമ്പ് പറഞ്ഞതുപോലെ എന്നായി മിസില മാ തഖദ്ദമ, മുമ്പ് പറഞ്ഞ ഒന്നുപോലെ, എന്തിനാ ഫി കൗനിൽ ലഫ്ളി, ആ ലഫ്ള് ആണ് യഖ്തദി അത്തസ്രീഹ, ലഫ്ള് തസ്രീഹിനെ തേടുന്നു. എന്തുകൊണ്ടുള്ള തസ്രീഹ്? ബി അന്നൽ മൻഖൂല, ഈ സനദ് കൊണ്ട് നഖ്ൽ ചെയ്യപ്പെടുന്നതായ വാചകം ഹുവ മിൻ ഖൗലി സ്വഹാബി, അത് സഹാബിയുടെ കൗലിൽപ്പെട്ടതാണ്. ഔ മിൻ ഫിഅലി, അല്ലെങ്കിൽ സഹാബിയുടെ ഫീലിൽപ്പെട്ടതാണ്. ഔ മിൻ തഖ്ദീരി, അല്ലെങ്കിൽ സഹാബിയുടെ തഖ്ദീ അംഗീകാരത്തിൽപ്പെട്ടതാണ് എന്ന് ശരീഹാക്കുന്നതിനെ തേടുന്നതായ മുമ്പ് പറഞ്ഞ ആ കാര്യം എന്നതുപോലെ തന്നെ ഇവിടെയും സഹാബിയിലേക്ക് അറ്റമാകുമ്പോൾ പിന്നെ അങ്ങനെ തേടുന്നു. പിന്നെ വലാ യജീഉ ഫീഹി, ഈ ഇങ്ങനെ സഹാബിയിലേക്ക് ഇസ്നാദ് പിന്നെ അറ്റമാകുമ്പോൾ അവിടെ വരൂല്ല, അല്ലെങ്കിൽ അവിടെ തഹഖുഖാകൂല്ല ജമീഉ മാ തഖദ്ദമ, മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടെ കദാലിക്കാന്നിപ്പം തശ്ബീഹാക്കിയിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ മർഫൂഇല് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യില്ല, ഇവിടെ ഈ മൗഖൂഫായ ഹദീസിന്റെ വിഷയത്തിൽ വരൂല്ല. ബൽ മുഅ്ലമുഹു, മറിച്ച് മുമ്പ് പറഞ്ഞതിന്റെ മുഅ്ലമു എന്ത് ചെയ്യും, ഇവിടെ ഈ മൗഖൂഫിലും വരുന്നതാണ്. അപ്പം പിന്നെ ഇവിടെ തശ്ബീഹ് ആക്കിയതാ കദാലിക്ക എന്നുള്ള തശ്ബീഹ്. വത്തശ്ബീഹു, ഈ തശ്ബീഹ് ലാ യുശ്തർതു ഫീഹി, തശ്ബീഹിൽ ഷർത്താക്കപ്പെടുകയില്ല. എന്ത്? അൽ മുസാവാത്തു മിൻ കുല്ലി ജിഹത്തിൻ, എല്ലാ ജിഹത്തിലൂടെ പിന്നെ സമമാകുക എന്നത് ഷർത്താക്കപ്പെടുകയില്ല. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായ നിലക്കുള്ള മുശാബഹത്തല്ല പറഞ്ഞത്. കാരണം ഇവിടെ ഹുക്മിയായ മൗഖൂഫ് ഇല്ല, പിന്നെ തസ്രീഹ് നിലക്കുള്ള മൗഖൂഫേ ഉള്ളൂ. അതുകൊണ്ടാണ്. എന്നാൽ കാരണം മർഫൂഇലാണെങ്കിൽ നമ്മൾ ഹുക്മിയായ മർഫൂ പറഞ്ഞായിരുന്നു, മൗഖൂഫിൽ അത് വരില്ല. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. തസ്രീഹ് മാത്രമേ ഉള്ളൂ, ഹുക്മൻ നിലക്ക് മൗഖൂഫില്ല. ഇനി വലമ്മാക്കാന ഹാദൽ മുഖ്തസറു, ഈ മുഖ്തസർ ആയപ്പോൾ എന്ത്, ഷാമിലൻ ലി ജമീഇ അൻവാഇ ഉലൂമിൽ ഹദീസി, ഇൽമുൽ ഹദീസിന്റെ എല്ലാ ഇനങ്ങളെയും ഷാമിലാക്കുന്ന ഒരു മുഖ്തസറ നിലയ്ക്ക് ഷാമിലാക്കുന്ന ഒരു കിതാബായപ്പോൾ പിന്നെ ഇസ്തതർദത്തുഹു, ഞാൻ എന്ത് ചെയ്തു, ഇസ്തിത്റാദിയായിട്ട് അതിനെ കൊണ്ടുവന്നു. ഇതിലേക്ക് ഇലാ തഅരീഫി സ്വഹാബിക്ക്, ഒരു സഹാബിയുടെ തഅരീഫ് പറയുന്നതിലേക്ക് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഈ മുഖ്തസറിനെ വലിച്ചു കൊണ്ടുവന്നു എന്നാണ്. തലബത്തു തർദഹു വൈസൗഖഹൂന്ന്, പിന്നെ സഹാബിയുടെ തഅരീഫ് പറയുന്നതിലേക്ക്. കാരണം സഹാബിയുടെ തഅരീഫ് പറയുക എന്നതല്ല ഇവിടുത്തെ കലാമിന്റെ ഉദ്ദേശം. പിന്നെ ഇവിടെ മൗഖൂഫിനെ പറയുക എന്നതാണ്. അപ്പോൾ മൗഖൂഫായ ഹദീസുമായിട്ട് പിന്നെ കൂടുതൽ പറയേണ്ടി വരുന്നത് എന്താണ്, പിന്നെ കൂടുതലെന്നല്ല പറയേണ്ടി വരുന്നത് മൊത്തം സഹാബത്തിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ സഹാബിയുടെ തഅരീഫ് പറയുന്നതിലേക്ക് മുസന്നിഫിയുടെ ഇസ്തിദ്റാദിയായിട്ട് പറഞ്ഞത്. ഇസ്തദർതു മിൻഹു ഐ മിൻ ദിക്രി സ്വഹാബിയിൽ മഖ്സൂദി ബിഹി ബയാനുൽ ഖബറിൽ മൗഖൂഫി ഇലാ തഅരീഫി സ്വഹാബി. എന്താ, മൗഖൂഫായ ഖബറിനെ ബയാൻ ചെയ്യുക എന്നുള്ള ആ മഖ്സൂദ്, അവിടെ നിന്ന് പിന്നെ സഹാബിയെ പറയുന്നത് കൊണ്ടുള്ള മഖ്സൂദ് എന്താണ്, മൗഖൂഫായ ഖബറിനെ ബയാൻ ചെയ്യലാണ്. അതിൽ നിന്ന് സഹാബിയുടെ തഅരീഫിലേക്ക് മുസന്നിഫ് എന്ത് ചെയ്തു, പിന്നെ ഇസ്തിത്റാദ് ചെയ്തു. അതിപ്പോ ഇറാദു തഅരീഫി സഹാബിയുന ഇസ്തിത്റാദിയുൻ കാരണം ലിഅന്നൽ കലാമ ലൈസ ബിമസ്ബൂഖിൻ ലിമസൂഖിൻ ലഹു ഫഇന്നമൽ കലാമു മസൂഖുൻ ലിബയാനിൽ ഖബറിൽ മൗഖൂഫി. അപ്പോൾ ഇടയ്ക്ക് കയറി മുസന്നിഫ് ഈ മുഖ്തസറിലേക്ക് പിന്നെ
സഹാബിയുടെ താരീഫും കൂടെ വരിച്ചുകൊണ്ട് പറയുകയാണ് നടത്തുന്നത്. എന്നിട്ട് ഇതാ താരീഫ് സഹാബി മൻ ഹുവ, ആരാണ് ഈ സഹാബി എന്ന് താരീഫ് ചെയ്യുന്നതിലേക്ക് ഇസ്തിറാദിയായി. എന്നിട്ട് ഇപ്പോൾ കുൽത്തു, എന്നിട്ട് ഞാൻ പറഞ്ഞു വഹുവ, ഈ സഹാബി എന്ന് പറഞ്ഞാൽ ആരാ? മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയ ആള്. എങ്ങനെ കണ്ടുമുട്ടി? മുഅ്മിനം ബിഹി, ആ നബിയെ കൊണ്ട് വിശ്വസിക്കുന്നവനായ നിലയിൽ കണ്ടുമുട്ടി. എന്നിട്ട് മാത, അദ്ദേഹം മരണപ്പെട്ടു അലൽ ഇസ്ലാമി, ഇസ്ലാമിലായി തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇനിയൊക്കെ അതിൻ്റെയൊക്കെ മുഹ്തറസുകൾ ശേഷം പറയും. വലൗ തഖല്ലലത്ത് റിദ്ദത്തുൻ, ഇനി ഇടയ്ക്ക് എന്തായി റിദ്ദത്ത് ഇടയ്ക്ക് വന്നാലും ശരി, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു വിശ്വസിച്ചു, പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ ഇടയ്ക്ക് മുർത്തദ്ദായി, എന്നിട്ട് പിന്നെ വീണ്ടും മുസ്ലിമായി, എന്നാലും ശരി അയാൾ സഹാബി തന്നെയാണ്. ഫിൽ അസഹി, അസഹ പ്രകാരം ഈ പറഞ്ഞതാണ് സഹാബി എന്നതിൻ്റെ താരീഫ്. മൻ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലൽ ഇസ്ലാമി വലൗ തഖല്ലലത്ത് റിദ്ദത്തുൻ. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ മുഹ്തറസുകൾ പറയും. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്.